ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പടിവാതിലൊക്കെയാണല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു PDF, അതായത് ഇപ്പോൾ നമുക്ക് 5 വിഷയങ്ങളൊന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖല, ആ ഒരു മേഖല പ്രത്യേകമായി എടുത്തുകൊണ്ട് അതിൽ തയ്യാറാക്കിയ ഏകദേശം ഒരു 300, 250 അല്ലെങ്കിൽ 400, കാരണം പിന്നെ ഇംഗ്ലീഷിൽ 400 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേസമയം പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ തന്നെ 200, 250 ഒക്കെ അത്തരം ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആ ഒരു മേഖലയിൽ നിന്നും പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചോദ്യങ്ങൾ പിന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ഒരു സ്കൂൾ മാനേജ്മെൻ്റ് ആണെങ്കിൽ ആ ഒരു 250 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. അതുപോലെ ഇംഗ്ലീഷിൽ 400 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് മുഴുവനായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. ഇംഗ്ലീഷിൻ്റെ ഓൾറെഡി PDF-ഉം അതുപോലെ തന്നെ PDF-നെ ബേസ് ചെയ്ത ക്ലാസ്സും യൂട്യൂബിൽ റെഡിയാണ് കേട്ടോ. ഇനി ഒഫീഷ്യലി നിങ്ങൾക്ക് ആ ഒരു PDF പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതോടു കൂടി ഞാൻ ലിങ്ക് അയച്ചു തരുന്നുണ്ട്, വീഡിയോ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇനി പഠിക്കാൻ നമ്മൾ അവസാനം എന്താ പറയുക, അരയും നമ്മൾ കച്ചകെട്ടി ഇറങ്ങുകയെന്ന് പറയില്ലേ, അതേപോലെ പിന്നെ അരയും തലയും മുറുക്കി തയ്യാറാവുക. കാരണം ലാസ്റ്റാണ്, അവസാന നിമിഷത്തിലാണ് നമ്മളുള്ളത് കേട്ടോ. ഡേറ്റ് ഐ തിങ്ക് ഈസ് യെറ്റ് ടു ഡിക്ലെയർഡ്. ഇതുവരെയും ഡിക്ലെയർ ആയിട്ടില്ല, ഇനി ഡിക്ലെയർ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെങ്കിലും നമ്മൾ കച്ചമുറുക്കി തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ആഴ്ച മുമ്പായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ കൺജങ്ഷൻ എന്ന ചാപ്റ്ററാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലേ. കൺജങ്ഷൻ എന്ന ചാപ്റ്റർ ഏകദേശം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ബാക്കി വരുന്നൊരു ഭാഗം, അഥവാ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ മറ്റൊരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി എടുക്കാമെന്നും പറഞ്ഞിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. കൺജങ്ഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഇന്ന് പറയാനുണ്ട്. നമ്മൾ എത്തി നിൽക്കുന്ന മേഖല അതന്നെയല്ലേ. ഇനി കൺജങ്ഷനിൽ ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് പറയാനുണ്ടോ? കൺജങ്ഷനിൽ നമ്മളിപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ, ഇതിൻ്റെയൊക്കെ മീനിങ് പറഞ്ഞു തന്നു. ഇനി കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ 2 കൺജങ്ഷൻ കൂടി വരുന്നത് ബോത്ത്, ആൻഡ്, ഐദർ, ഓർ, നെയ്തർ, നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസ്, ബട്ട്, വെദർ, ഓർ, അത്രയും പറഞ്ഞിരുന്നു. അതുപോലെ പിന്നെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഒരു മെയിൻ ക്ലോസും ഒരു പ്രധാന വാചകവും ഒരു ഉപവാക്യവും ബന്ധപ്പെടുത്തുന്ന അങ്ങനെയുള്ള വാക്യങ്ങൾ, അങ്ങനെയുള്ള കൺജങ്ഷനെയാണ് നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുക. അതിൽ ആഫ്റ്റർ, ഓൾദോ, ആസ്, ആസ് ഇഫ്, ആസ് ലോങ് ആസ് തുടങ്ങി ഏകദേശം ഒരു 30ഓളം കൺജങ്ഷൻസ് അത് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മീനിങ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് അവിടുന്ന് മീനിങ് പറഞ്ഞുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇനി മീനിങ് പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ മീനിങ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 7ഉം ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 9ഉം ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി യൂട്യൂബ് വീഡിയോ തയ്യാറായി യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് തന്നെ ലിങ്ക് വേണമെങ്കിൽ കിട്ടും. ഈ ലിങ്ക് ഞാൻ ഒഫീഷ്യലി ഞാൻ ഓരോ ലെസൺ കഴിയുമ്പോൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലല്ലേ, കോറിലേറ്റീവ് കൺജങ്ഷൻ വരെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അപ്പോൾ സബോർഡിനേറ്റ് നമുക്ക് ആരംഭിക്കാം. സബോർഡിനേറ്റ് കൺജങ്ഷൻ കേവലം ഒരു എക്സാം ബേസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കാതെ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ ദൈനംദിനം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാഗത്ത് നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു പേടിയും അല്ലെങ്കിൽ പരിഭ്രമമൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. ഈ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അങ്ങനെ ബന്ധപ്പെടുത്താൻ വേണ്ട, ബന്ധിപ്പിക്കാൻ വേണ്ട ഒരു കണ്ണി, ഒരു ചങ്ങല, ഒരു കുളത്ത്, അല്ലെ ഒരു ഹുക്ക് ആവശ്യമാണ്. അത്ര ഹുക്കായിട്ട് മാറുന്ന കൺജങ്ഷനാണ് കൂടുതലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അപ്പോൾ അത് എക്സാം ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചോളൂ. എന്നാൽ അത് മാത്രമല്ല, അത് ലൈഫിലേക്ക് കൂടി ഉള്ളതാണ് എന്ന ഒരു ഉത്തമ ബോധത്തോടു കൂടി വേണം എല്ലാവരും അത് ഉൾക്കൊള്ളാനും പഠിക്കാനും. നമുക്ക് നോക്കാം. നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ
അതിൽ ആദ്യം വരുന്ന വാക്ക് ആഫ്റ്റർ എന്നാണ്. ആഫ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശേഷം. ഇപ്പോൾ ലെക്ചർ നോട്ട് എല്ലാവരുടെ കയ്യിലും റെഡി ആയിരിക്കും, മീനിങ് എഴുതി വെച്ചോളൂ. ഇനി അറിയാമെങ്കിൽ പോലും എഴുതി വെച്ചോളൂ, അത് നന്നായിരിക്കും. ശേഷം എന്നാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ആരംഭിക്കാം. ഐ വിൽ കം ആഫ്റ്റർ യു കോൾഡ് മീ. കണ്ടോ? ഐ വിൽ കം ആഫ്റ്റർ യു കോൾഡ് മീ. അപ്പോൾ ശരിക്കും രണ്ട് വാക്യമുണ്ട് ഇവിടെ. ഐ വിൽ കം എന്ന് പറയുന്ന ഒരു പ്രധാന വാക്യമാണ്. യു കോൾഡ് മീ അതും വേറൊരു പ്രധാന വാക്യമാണ്. യു കോൾഡ് മീ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചു. ഐ വിൽ കം, ഞാൻ വരാം, ഞാൻ വരും. അപ്പോൾ ഈ ആഫ്റ്റർ യു കോൾഡ് മീ എന്ന വാക്യത്തിൻ്റെ മുമ്പായിട്ട് ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യൂ കേട്ടോ. വെൽക്കം ബാക്ക്. ക്ലാസ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ യു കോൾഡ് മീ എന്ന പ്രധാന വാക്യം, രണ്ട് പ്രധാന വാക്യങ്ങളാണ്. ഐ വിൽ കം എന്നുള്ളത് ഒരു മെയിൻ സെൻറ്റൻസ് ആണ്. യു കോൾഡ് മീ എന്നുള്ളത് വേറൊരു മെയിൻ സെൻറ്റൻസ് ആണ്. പക്ഷേ ഈ യു കോൾഡ് മീ എന്ന വാചകത്തിന് മുമ്പായിട്ട് ആഫ്റ്റർ അങ്ങോട്ട് ചേരുമ്പോൾ ആഫ്റ്റർ യു കോൾഡ് മീ എന്നാവും വരിക. ആ ഒരു വാക്യം ഒരു ഉപവാക്യമായിട്ട് മാറി, അഥവാ ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസ് ആയിട്ട് മാറി, സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറി എന്നാണ് പറയാം ഉപവാക്യം. അതായത് എന്താണ് ഉപവാക്യം? ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല, അതാണ്. അതായത് ആഫ്റ്റർ യു കോൾഡ് മീ എന്ന് നമ്മൾ ഒരാളോട് അത് മാത്രം പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അയാൾ വീണ്ടും ചോദിക്കും വാട്ട് വുഡ് ദെൻ ഹാപ്പൻ. അയാൾ ചോദിക്കും എന്താണ് ആഫ്റ്റർ യു കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിച്ച ശേഷം. അത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെടുത്ത് ഒരു കാര്യം പറയാനോ ഒരു സംഭാഷണം പൂർത്തീകരിക്കാനോ പറ്റൂല. അതിൻ്റെ കൂടെ സംതിങ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാരണം ആ ഒരു വാക്യം ആഫ്റ്റർ യു കോൾഡ് മീ എന്ന വാക്യം ഒരു അപൂർണമായ വാക്യമാണ്, ഒരു ഇൻകംപ്ലീറ്റ് ആയ സെൻറ്റൻസ് ആണ്. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ സെൻറ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇനി വരുന്നുണ്ട് എക്സാമ്പിൾ, പക്ഷേ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ പിന്നെ ഐ വിൽ കം എന്ന വാക്കിൽ തന്നെ നമ്മൾ യു കോൾഡ് മീ അല്ലെങ്കിൽ യു കോൾ മീ, അതിന് രണ്ടിന് ഇടക്കായിട്ട് നമ്മൾ ഇഫ് ചേർക്കുകയാണ്. ഐ വിൽ കം, ഞാൻ വരും. യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം. ഇഫ് ചേരുകയാണെങ്കിൽ ഐ വിൽ കം അല്ലെങ്കിൽ ഐ ഷാൾ കം. ഐ ഷാൾ കം ഇഫ് യു കോൾ മീ. ഐ ഷാൾ കം ഇഫ് യു കോൾ മീ. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും എന്ന വാക്യത്തിൻ്റെ അർത്ഥം. ഈ ഐ വിൽ കം എന്ന വാക്യത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും. അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആള് വേറൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആയ സെൻറ്റൻസ് ആണ്, അഥവാ മെയിൻ സെൻറ്റൻസ് ആണ്. കംപ്ലീറ്റ് ആയ സെൻറ്റൻസുകളെയാണ് നമ്മൾ മെയിൻ സെൻറ്റൻസ് എന്ന് പറയുക, പ്രധാന വാക്യം എന്ന് പറയുക. എന്നാൽ ഇഫ് യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ, ആ ഒരു കാര്യം മാത്രം നമുക്കൊരാളുടെ അടുത്ത് പറയാൻ കഴിയില്ല. എൻ്റെ കൂടെ സംതിങ് ചേർത്ത് പറയണം, എന്നാലേ കാര്യം കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഇഫ് യു കോൾ മീ എന്ന് പറയുന്ന ഈ ഒരു വാക്യം ഇൻകംപ്ലീറ്റ് ആയ സെൻറ്റൻസ് ആണ്, അപൂർണമായ വാക്യമാണ്. ഈ അപൂർണമായ വാക്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുന്ന, അഥവാ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസുകളെ ഇംഗ്ലീഷിൽ പറയുന്ന വേറൊരു പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് സെൻറ്റൻസ് എന്നും പറയാം, സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെ സംഭവം. അപ്പോൾ ഐ ഷാൾ കം ഇഫ് യു കോൾ മീ, നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഷാൾ അണിഞ്ഞുകൊണ്ട് വരുന്നാണോ പറഞ്ഞത്? അല്ല, അല്ലേ? ഐ ഷാൾ കം ഇഫ് യു കോൾ മീ, നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും കേട്ടോ. ഷാൾ അണിയണോ വേണ്ടോ ഉള്ളത് ഈ പോകുന്ന ആൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, എന്തായാലും വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അത്തരം ഒരു കേസിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. ഇഫ് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് മൂന്നാമത്തെ വരിയിൽ സെൻട്രലായിട്ട് ആ വാക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐ വിൽ കം ആഫ്റ്റർ യു കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിച്ച ശേഷം ഞാൻ വരാം. ഐ വിൽ കം ആഫ്റ്റർ യു കോൾഡ് മീ. എക്സാമ്പിൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം. കാരണം ഞാൻ ഒരേ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. ഇനി അടുത്ത ഇതിൽ വരുന്ന രണ്ടാമത്തെ വാക്യമാണ് ഓൾദോ. ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും. ശ്രദ്ധിക്കണം, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നേ അർത്ഥമുള്ളൂ. ഓൾദോ എന്ന് പറഞ്ഞാൽ എങ്കിലും.
ഇനി ഒരു അർത്ഥം കൂടി എഴുതി വെച്ചോളൂ, എന്നിരുന്നാലും. അപ്പോൾ ഓൾദോ എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിലും, അല്ലെങ്കിൽ എന്നിരുന്നാലും. ഇതേ അർത്ഥം വരുന്ന വേറൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൂടിയുണ്ട്, ദോ. THOUGH, ദോ. അപ്പോൾ THOUGH ദൗ എന്ന് ഉച്ചരിക്കും, ദൗ. ദൗ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും ഓൾദൗ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം ഒരേ മീനിങ് ആണ്, എങ്കിലും, എന്നിരുന്നാലും. അപ്പോൾ നോക്കാം. ഈ നേരത്തെ പറഞ്ഞ വാക്യം തന്നെ, ഐ വിൽ കം ഓർ ഐ ഷാൾ കം. ഐ ഷാൾ കം ഓൾദോ യു കോൾഡ് മീ. ഓൾദോ യു കോൾഡ് മീ എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിലും, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നാലും, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നാലും ഞാൻ വരും എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ വരും. ഓക്കെ. അപ്പോൾ ഐ ഷാൾ കം ഓൾദോ യു കോൾഡ് മീ. ഇനി ഇതേ അർത്ഥം വരുന്ന ഇനി ഇതേ പോലെ വരുന്ന വേറൊന്നാണ് ആസ്. ആസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആസ്. ഓൾദോ മീനിങ് മനസ്സിലായില്ലേ? എന്നിരുന്നാലും. ഐ ഷാൾ കം ഓൾദോ യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ചിരുന്നാലും ഞാൻ വരും. ഓക്കെ. ഇനി ആസ് എന്നാൽ അക്കാരണത്താൽ. ശ്രദ്ധിക്കണം, ഓരോന്നും നമ്മൾ എഴുതി പോകുമ്പോൾ കണ്ടിന്യൂസ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുത്ത് മുമ്പോട്ട് പോകണം. അപ്പോൾ ആസ് എന്ന വാക്കിൻ്റെ അർത്ഥം അക്കാരണത്താൽ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആസ് വെച്ചുകൊണ്ട് വാക്യങ്ങളെ നമ്മൾ പറയുക? ശ്രദ്ധിക്കാം. ഇങ്ങനെ വരുന്നത് ആസ്. ഐ ഷാൾ കം ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ചു എന്ന കാരണത്താൽ ഐ ഷാൾ കം, ഞാൻ വരും. ഒരേ എക്സാമ്പിൾ തന്നെ എല്ലാത്തിലേക്കും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോഗങ്ങൾ മനസ്സിലാവും, കൺഫ്യൂഷൻസ് ഒരുപാട് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒരേ എക്സാമ്പിൾ തന്നെ എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക. ഐ ഷാൾ കം ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ചു എന്ന കാരണത്താൽ ഞാൻ വരും. അർത്ഥം അങ്ങനെ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ വളരെ നന്നായിരിക്കും. ഓക്കെ, അർത്ഥം മനസ്സിലായില്ലേ അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പങ്കാളിത്തം വളരെ കുറവാണ്, ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എക്സാമിൻ്റെ പടിവാതിൽക്കലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഇനി ഉണ്ടായിരിക്കാമെന്നും കൂടി അറിയിക്കുകയാണ്. പരമാവധി ആളുകൾ പങ്കെടുക്കാൻ നോക്കുക. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന പബ്ലിക് എക്സാമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് ഇനി ഓൺലൈനായിട്ട് റെക്കോർഡ് കേൾക്കുന്ന നമ്മുടെ എല്ലാ സഹോദരിമാരും അടുത്ത ക്ലാസ്സെങ്കിലും മുതൽ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ലൈവായി തന്നെ വരണം എന്ന് പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതാണ് ആസ് ലോങ് ആസ്. ആസ് ലോങ് ആസ്, അത്രത്തോളം കാലം. അപ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ഷാൾ കം ആസ് ലോങ് ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ച അത്രയും കാലം ഞാൻ വരും. നിങ്ങൾ എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച അത്രയും കാലം ഞാൻ വരും. അത് ആസ് ലോങ് ആസ് യു കോൾഡ് മീ എന്നാവുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച അത്രത്തോളം കാലം അല്ല. ആസ് ലോങ് ആസ് യു കോൾ മീ, ഇടി ചേർക്കാതെ, കോളിൻ്റെ കൂടെ ഇടി ചേർക്കാതെ സിമ്പിൾ പ്രസന്റ് ആക്കിയിട്ട് യു കോൾ മീ എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ വരും അർത്ഥം, നിങ്ങൾ എന്നെ വിളിക്കുന്ന അത്രയും കാലം ഞാൻ വരും. കാരണം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് മാനസികമായ വിരോധമൊന്നുമില്ല. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഞാൻ വരും എന്നാണ് ആ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക, ഉൾക്കൊള്ളുക. ആസ് ലോങ് ആസ് മനസ്സിലായില്ലേ? ആസ് ലോങ് ആസ് അത്രത്തോളം കാലം. അപ്പോൾ ഐ ഷാൾ കം ആസ് ലോങ് ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ച അത്രത്തോളം കാലം ഞാൻ വരും. ഇനി ഐ ഷാൾ കം ആസ് ലോങ് ആസ് യു കോൾ മീ, അവിടെ ഞാൻ ഈടി ഒഴിവാക്കി, കോൾഡിൻ്റെ ഈടി ഒഴിവാക്കിയിട്ട് കോൾ മീ എന്നാവുമ്പോൾ അർത്ഥം എങ്ങനെ വരും? നിങ്ങൾ എന്നെ വിളിക്കുന്ന അത്രത്തോളം കാലം, നിങ്ങൾ എന്നെ ഭാവിയിൽ എത്രത്തോളം കാലം വിളിക്കുമോ അത്രത്തോളം കാലം ഞാൻ വരും എന്നാണ് ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെയൊന്നും പറയാറില്ലെങ്കിലും മലയാളത്തിൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ആസ് മച്ച് ആസ്. ആസ് മച്ച് ആസ്, അത്രയും. ആസ് മച്ച് ആസ്, അത്രയും. ഇവിടെ നമുക്ക് നമ്മുടെ മദറിനോട് പറയുന്നൊരു വാക്യം ഇങ്ങനെ പറയാവും നല്ലത്.
കാരണം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഷാൾ കം ആസ് മച്ച് ആസ് യു കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിച്ച അത്രയും ഞാൻ വരും എന്ന് പറയുമ്പോൾ അതിലെന്തോ അർത്ഥത്തിലൊരു സുഖം കിട്ടണില്ല. അതുകൊണ്ട് നമുക്ക് വേറെ വാക്യം കൊടുക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ മദറിനോട് പറയും ഐ ലൈക്ക് യു ആസ് മച്ച് ആസ് യു ലൈക്ക് മീ, യു ലൈക്ക് മീ ഓർ യു ലൈക്ക്ഡ് മീ. ഓക്കെ, നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം കാലം ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടും എന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് പറയുന്ന മാതിരി കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ആസ് മച്ച് ആസ്, ഐ ലൈക്ക് യു ആസ് മച്ച് ആസ് യു ലൈക്ക് മീ, ഐ ലൈക്ക് യു ആസ് മച്ച് ആസ് യു ലൈക്ക് മീ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എക്സാമ്പിളാണ് ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ്, ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. എങ്ങനെ? ഐ ഷാൾ കം ആസ് സൂൺ ആസ് യു കോൾഡ് മീ. ഐ ഷാൾ കം ആസ് സൂൺ ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ച ഉടനെ ഞാൻ വരും. അവിടെ ആസ് സൂൺ ആസിൻ്റെ അർത്ഥം ഉടനെ എന്നാണ്. നിങ്ങൾ എന്നെ വിളിച്ച ഉടനെ ഞാൻ വരും. എഴുതി വെക്കും എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത്ര പ്രയോഗങ്ങൾ പിന്നെ ആസ് സൂൺ ആസ് അല്ലേ? അപ്പോൾ ഐ ഷാൾ കം, ഞാൻ വരും, ആസ് സൂൺ ആസ് യു കോൾഡ് മീ. ഐ ഷാൾ കം ആസ് സൂൺ ആസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ച ഉടനെ ഞാൻ വരും എന്നാണ് ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥങ്ങൾ ശരിക്കും എഴുതി വെച്ചോളൂ. കാരണം പല പ്രാവശ്യം പല ദിവസങ്ങളിലായിട്ട് ഇത് ആവർത്തിച്ച് വായിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോഴേ നമുക്കിത് ഭാവിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ആസ് ദോ. ആസ് ദോ, നമ്മൾ നേരത്തെ ഒരു പ്രയോഗം പറയാൻ വിട്ടുപോയി, ആസിഫ്. വിട്ടുപോയതെല്ലാം മനഃപൂർവ്വം കൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം ആസിഫും ആസ് ദോയും ഒരേപോലെയാണ് മീനിങ് വരിക. ആസിഫും നേരത്തെ അവിടെ ഒരു ആസിഫ് വിട്ടുപോയിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ആസിഫും അതുപോലെ ആസ്ദോയും. ഓക്കെ. ആസിഫും ആസ്ദോയും ഒരേ അർത്ഥം വരുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന പോലെ, ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ, ഇതിൻ്റെ അർത്ഥം എന്ന പോലെ എന്നാണ്. നമുക്ക് വാക്യം പറയാം. എങ്ങനെയാണ്? ഇവിടെയും നമ്മൾ ഉമ്മാനോട് അല്ലെങ്കിൽ അമ്മയോട് പറയുന്ന പോലെ ഐ ലൈക്ക് യു ആസ് ഇഫ് യു ലൈക്ക്ഡ് മീ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന പോലെ ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. ഓക്കെ, നമ്മൾ നമ്മളെ ഫ്രണ്ടിനോടും പറയുന്ന പോലെ പറയാം ഐ ലൈക്ക് യു ആസ് ഇഫ് ഓർ ആസ് ദോ. രണ്ടും കൂടി പറയേണ്ടത് ഒന്ന് പറഞ്ഞാൽ മതി. ഐ ലൈക്ക് യു ആസ് ഇഫ് യു ലൈക്ക്ഡ് മീ, ഐ ലൈക്ക് യു ആസ് ദോ യു ലൈക്ക്ഡ് മീ. ഓക്കെ, അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എഴുതി വെക്കുക. രണ്ട് എക്സാമ്പിളും വേറെ എഴുതി വെച്ചോളൂ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ആസ്ദോ വരെയുള്ള പ്രയോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കുന്നത് നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്നില്ല. കുറേ ദിവസങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ഓൺലൈൻ നമ്മളെ റെക്കോർഡ് ക്ലാസ് കേൾക്കുകയും വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഈ സംഭവം പതിഞ്ഞു വരുള്ളൂ. ബിക്കോസ് നേരത്തെ പറഞ്ഞ ആസ് നേരത്തെ നമ്മൾ മൂന്നാമത്തെ വാക്കായിട്ട് പഠിച്ച ആസ് എന്തിനു വേണ്ടി ഉപയോഗിച്ചോ അതേ അർത്ഥം തന്നെയാണ് ബിക്കോസിനും വരിക. ബിക്കോസിന് പ്രത്യേകമായിട്ട് എന്തുകൊണ്ടെന്നാൽ എന്ന അർത്ഥമുണ്ടെങ്കിൽ പോലും നമുക്ക് ബിക്കോസ് ചേർത്തുകൊണ്ട് വാക്കിങ്ങനെ പറയാം. ഐ ഷാൾ കം ബിക്കോസ് യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ചു. ഐ ഷാൾ കം, ഞാൻ വരും, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചു. ഐ ഷാൾ കം ബിക്കോസ് യു കോൾഡ് മീ. അങ്ങനെ അർത്ഥം പറഞ്ഞു. ഞാൻ വരും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചു. അത് കൂടാതെ നിങ്ങൾ എന്നെ വിളിച്ചു എന്ന കാരണത്താൽ ഞാൻ വരും, അങ്ങനെയും പറയാം. രണ്ടു കാരണം കാണിക്കുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾ എന്നെ വിളിച്ചു എന്ന കാരണത്താൽ ഞാൻ വരും, അങ്ങനെയും പറയാം. ബിക്കോസ് അക്കാരണത്താൽ എന്നും പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ. ഓക്കെ കേട്ടോ. അർത്ഥം എന്തേ ഒന്ന് എഴുതി വെച്ചാൽ മതി. അർത്ഥത്തിൽ അത്ര ഉണ്ട്, അർത്ഥത്തിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വാക്കാണ് ബിഫോർ. ബിഫോർ എന്ന വാക്ക് നമ്മൾ നേരത്തെ പ്രിപ്പോസിഷനായിട്ട് പഠിച്ചിരുന്നു. അപ്പോഴുള്ള മീനിങ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാനാണ് ഇവിടെ ബിഫോർ യൂസ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ
പിന്നെ ബിഫോർ ഇവിടെ പ്രിപ്പോസിഷൻ അല്ല, കൺജങ്ഷൻ ആണ്. ഓക്കെ, പറയാം നമുക്ക് ഐ ഷാൾ കം ബിഫോർ യു കോൾഡ് മീ. ഐ ഷാൾ കം ബിഫോർ യു കോൾഡ് മീ. നിങ്ങൾ എന്നെ വിളിച്ചതിന് മുമ്പ് തന്നെ ഞാൻ വരും. നിങ്ങൾ എന്നെ വിളിച്ചതിന് മുമ്പ് തന്നെ ഞാൻ വരും. വേണമെങ്കിൽ ആ വാക്ക് എങ്ങനെയും പറയാം, ഐ ഷാൾ കം ബിഫോർ യു കോൾ മീ. കോൾഡ് ഒഴിവാക്കിയിട്ട് പ്രസന്റ് ആക്കിയിട്ട് കോൾ മീ. ബിഫോർ യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വരും. ഐ ഷാൾ കം ബിഫോർ യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വരും. മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പ്രയോഗം. കൺഫ്യൂഷനൊന്നുമില്ല, സംഭവം വളരെ സിമ്പിൾ തന്നെയാണ്. പക്ഷേ ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വാക്കാണ് ബൈ ദ ടൈം. ബൈ ദ ടൈം. ബൈ ദ ടൈം എന്ന വാക്കിൻ്റെ അർത്ഥം ആകുമ്പോഴേക്കും എന്നാണ്. ആകുമ്പോഴേക്കും. ഐ ഷാൾ കം ബൈ ദ ടൈം യു കോൾഡ്. യു കോൾ മീ, അവിടെ കോൾഡിനേക്കാൾ നല്ലത് കോളാണ്. കോൾഡ് ഉപയോഗിച്ച് അവിടെ മിസ്റ്റേക്ക് ആവും എഴുത്ത് ഭാഷയിൽ. സംസാര ഭാഷയിൽ മിസ്റ്റേക്ക് ആവില്ല, എഴുത്ത് ഭാഷയിൽ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐ ഷാൾ കം ബൈ ദ ടൈം യു കോൾ മീ. നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ വരും. നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴേക്കും ഞാൻ വരും. ഐ ഷാൾ കം ബൈ ദ ടൈം യു കോൾ മീ. അവിടെ കോൾഡ് എഴുതി വെക്കണ്ട, കോള് മാത്രം മതി. യു കോൾ മീ. ഓക്കെ, സംഭവം സിമ്പിൾ അല്ലേ? എല്ലാം നോട്ട്സ് ക്ലിയർ അല്ലേ നോക്കണം. ഇനി അടുത്തത് രണ്ട് പ്രയോഗങ്ങളാണ്. ഈവൻ ഇഫ്, ഈവൻ ദോ. ഈവൻ ഇഫ്, ഈവൻ ദോ. ഈവൻ ഇഫ്, ഈവൻ ദോ എന്ന് പറയുന്ന രണ്ടും ഒരേ അർത്ഥം വരുന്ന പ്രയോഗങ്ങളാണ്. ഇതിന്റെ മീനിങ് ഇങ്ങനെ പറയാം, എങ്കിൽ പോലും. രണ്ടിന്റെയും ഒരേ മീനിങ്ങാണ്. മീനിങ് ഇങ്ങനെ പറയാം, എങ്കിൽ പോലും. അപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? ഐ ഷാൾ കം ഈവൻ ഇഫ് യു കോൾ മീ. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ വരും. ഐ ഷാൾ കം ഈവൻ ഇഫ് യു കോൾ മീ, ഓർ ഐ ഷാൾ കം ഈവൻ ദൗ യു കോൾ മീ. ഞാൻ അവിടെ കോൾഡ് അല്ല പറഞ്ഞേക്കുന്നുണ്ടോ, കോള് മാത്രമേ ഉള്ളൂ, ഈടില്ല. എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ വരും. ഓക്കെ, യെസ്. ഈവൻ ഇഫ്, ഈവൻ ദോ. ഓക്കെ, സാഹചര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈവൻ ഇഫും ഈവൻ ദോയും മനസ്സിലായി. ഇനി ഇഫ് ആണ്. ഇഫ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ. ഇഫിന് എങ്കിലും എന്ന അർത്ഥം വരുന്നില്ല, എങ്കിൽ എന്നേ ഉള്ളൂ. അപ്പോൾ ഇഫ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ഐ ഷാൾ കം ഇഫ് യു കോൾഡ് മീ. ഐ ഷാൾ കം ഇഫ് യു കോൾ മീ. നിങ്ങൾ അവിടെ ഇഫ് യു കോൾഡിന് കോൾഡ് ഉപയോഗിക്കേണ്ട, ഇഫ് യു കോൾ മീ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഐ ഷാൾ കം ഇഫ് യു കോൾഡ് മീ എന്ന് പറയുമ്പോൾ ഇതൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അവിടെ ഐ ഷാൾ കമ്മിന് പകരം ഐ വുഡ് കം എന്ന് പറയുമ്പോഴേ ആ വാക്യം ശരിയാവുള്ളൂ. അത് ഞാൻ ഒരു വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം, ഒരു കഥരൂപത്തിൽ പറഞ്ഞുതരുന്നുണ്ട്, മനസ്സിലാവും. അത് ഇഫിൻ്റെ ഒരു 3 പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. ഇഫിൻ്റെ 3 കണ്ടീഷൻ ഉണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നില്ല, എല്ലാം പാടാകുമ്പോൾ കൺഫ്യൂഷൻ വരും. ആദ്യം ഇഫ് എന്താണെന്ന് പഠിച്ചു വെക്കാം, പിന്നെ ഇഫിൻ്റെ വകഭേദങ്ങളെക്കുറിച്ച് പഠിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇഫ് യു കോൾ മീ, ഐ ഷാൾ കം ഇഫ് യു കോൾ മീ. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും, അല്ല ഞാൻ വരൂല. ഓക്കെ, അല്ല ഞാൻ വരൂല. അപ്പോൾ ഐ ഷാൾ കം ഇഫ് യു കോൾ മീ. അവിടെ ഈട് ഉപയോഗിക്കരുത് കേട്ടോ. ഇഫ് യു കോൾ മീ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ അല്ലയോ ഒന്ന് തമ്മിൽ പ്രശ്നമായിക്കോ. ആർക്കും സംശയമില്ലല്ലോ. ഈ നോട്ട്സ് എഴുതിയാൽ മതി. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഒരുപാട് കേട്ടതാണെങ്കിൽ പോലും അന്ന് നമ്മൾ നെവർ മൈൻഡ് ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ഈ ആഫ്റ്ററിനും ഓൾദോയ്ക്കും ഇഫിനൊക്കെ ജീവിതത്തിൽ അഥവാ ആംഗ്ലേയ ഭാഷയിലുള്ള സംഭാഷണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാവേണ്ടത്. ഓക്കെ, അതുകൊണ്ട് അത് നന്നായി ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ്ലി അതിങ്ങനെ കേൾക്കുക, നോട്ട്സുകൾ വായിക്കുകയൊക്കെ ചെയ്യാം. നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ഓർഡർ ദാറ്റ്. ഇൻ ഓർഡർ ദാറ്റ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതി വെക്കാം, ആകുന്ന പക്ഷം, ആകുകയാണെങ്കിൽ, അങ്ങനെ ആവുകയാണെങ്കിൽ, അങ്ങനെ ആവുകയാണെങ്കിൽ. ഇൻ ഓർഡർ ദാറ്റ്. ഓക്കെ, എന്നാൽ ഇൻ ഓർഡർ ടു അർത്ഥം വേറെയാണ്. അത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, ഇവിടെ വരില്ല. ഇവിടെ ഇൻ ഓർഡർ ദാറ്റ് വരാം, കാരണം ഇതൊരു കൺജങ്ഷൻ ഫ്രേസ് ആണ്. ഇൻ ഓർഡർ ദാറ്റ്. ഓക്കെ, ആകുന്ന പക്ഷം. അങ്ങനെ പറയാം, ഐ ഷാൾ കം ഇൻ ഓർഡർ ദാറ്റ് യു കോൾ മീ. അവിടെയും കോൾഡ് ഉപയോഗിക്കേണ്ട, കോള് CALL മാത്രം മതി.
ഐ ഷാൾ കം ഇൻ ഓർഡർ ദാറ്റ് യു കോൾ മീ. നിങ്ങളെന്നെ വിളിക്കുന്ന പക്ഷം ഞാൻ വരും. നിങ്ങളെന്നെ വിളിക്കുന്ന കണ്ടീഷനിൽ ഞാൻ വരും. ഞാൻ വരാനുള്ള കണ്ടീഷൻ നിങ്ങളെന്നെ വിളിക്കുക എന്നുള്ളതാണ്. നിങ്ങളെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും. ഓക്കെ, ഇഫിൻ്റെ ഏകദേശം അതേ സൂചന തന്നെയാണെന്ന ഇഫിൻ്റെ കറക്റ്റ് അർത്ഥമല്ല, ആകുകയാണെങ്കിൽ എന്നാണ് അർത്ഥം വരിക. ഓക്കെ, ഐ ഷാൾ കം ഇൻ ഓർഡർ ദാറ്റ് യു കോൾ മീ. നിങ്ങളെന്നെ വിളിക്കുന്ന പക്ഷം വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും എന്നാണ് ഒരർത്ഥം. ഇൻ കേസ് ഇഫിൻ്റെ മീനിങ് ആണ് ഇൻ കേസിന് വരിക. എങ്കിൽ ഇൻ കേസിന് ഒന്നും കൂടി ഇഫിൻ്റെ ഒരു സൂചന കൂടാതെ കറക്റ്റ് അർത്ഥം പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ന അർത്ഥമുണ്ട് ഇൻ കേസിന്. ഓക്കെ, നമ്മൾ മീനിങ് നോക്കാം. ഐ ഷാൾ കം ഇൻ കേസ് യു കോൾ മീ. നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. നിങ്ങളെന്നെ വിളിക്കുക എന്നുള്ള സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ വരും എന്നാണ് പറയുന്നത്. ഐ ഷാൾ കം ഇൻ കേസ് യു കോൾ മീ. അവിടെയും കോൾഡ് ഉപയോഗിക്കേണ്ട, കോള് മതി, CALL മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇതുവരെ സംഭവം ക്ലിയർ ആയിരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. എന്തായാലും ഞാനിന്നത് ഫുള്ള് ഒരുമിച്ച് ഇതെല്ലാം പാടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ കുറക്കുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി കൺഫ്യൂഷൻ കുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത പ്രയോഗം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കൺജങ്ഷൻ്റെ ഭാഗം ഇവിടെ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗം പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ആരംഭിക്കുന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും പറയാം. അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് പോർഷൻസ് നഷ്ടപ്പെടില്ല കേട്ടോ. നമുക്ക് എങ്കിലും മനസ്സിലാക്കാനുള്ള ചാൻസുകൾ കൂടുകയും ചെയ്യും. കാരണം ഇങ്ങനെ ഒരുപാട് വാക്കുകൾ വരുമ്പോൾ എല്ലാം പാടെ പറഞ്ഞ് ആകെ തല തിരിയും. എനിക്ക് വരെ തിരിയുന്നുണ്ട്. പിന്നല്ലേ ഇത്രയൊക്കെ പഠിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത്രയും കാലം അത്രയും ഒക്കെ പഠിപ്പിച്ചിട്ടും എനിക്കും ഇതെല്ലാം പാടെ പറയുമ്പോൾ ചില വാക്കിൻ്റെ മീനിങ് ഒക്കെ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. പക്ഷേ മാറിപ്പോതിരിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്താണ് ഇൻ ദ ഇവന്റ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അർത്ഥം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. ഓക്കെ, ഐ ഷാൾ കം ഇൻ ദ ഇവന്റ് ദാറ്റ് യു കോൾ മീ. നിങ്ങളെന്നെ വിളിക്കുന്ന കാര്യം സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങളെന്നെ വിളിക്കുക എന്നുള്ള മഹാകാര്യം സംഭവിക്കുകയാണെങ്കിൽ ഐ ഷാൾ കം, ഞാൻ വരും. ഇത് ഒരു മാതിരി പറച്ചിലാണ്. കാരണം നമ്മൾ കുടുംബപരമായിട്ട് നമ്മളോട് വളരെ വെറുപ്പ് നിൽക്കുന്ന നമ്മുടെ ഒരു അകന്ന റിലേഷൻ, അകന്നൊരു ബന്ധു, ഒരു ലേഡി. അപ്പോൾ ആ ലേഡിയുടെ എന്താ പറയുക, മകളെ കല്യാണോ അല്ലെങ്കിൽ അനിയത്തിയുടെ കല്യാണോ അതല്ലെങ്കിൽ ഏടത്തിയുടെ മകളെ കല്യാണമോ നടക്കാൻ പോവുകയാണ്. അവർ ഒരിക്കലും നമ്മളെ ക്ഷണിക്കൂല, വിളിക്കൂല, നമുക്കറിയാം. എങ്കിലും നമ്മളിങ്ങനെ ഓടുന്ന ജീവിക്കൊരു മുഴ മുമ്പേ എന്ന് പറയില്ലേ, നമ്മളൊന്ന് എറിഞ്ഞു നോക്കുകയാണ്. എന്താ പറഞ്ഞാൽ നിങ്ങളെന്നെ വിളിക്കുക എന്നുള്ള ആ മഹാസംഭവം ഉണ്ടല്ലോ, അത് നടക്കുകയാണെങ്കിൽ ഞാൻ വരും. ഐ ഷാൾ കം. ഓക്കെ, ഐ ഷാൾ കം ഇൻ ദ ഇവന്റ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ സംഭവം ഒന്നും പറഞ്ഞില്ല, ഞാൻ സൂചന പറഞ്ഞു തന്നത് കേട്ടോ. ഇൻ ദ ഇവന്റ് ദാറ്റ് മീനിങ് ഇങ്ങനത്തെ പറയാം. അങ്ങനെയാണെങ്കിൽ ഐ ഷാൾ കം ഇൻ ദ ഇവന്റ് ദാറ്റ് യു കോൾ മീ. നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും എന്നർത്ഥം എഴുതിയാൽ മതി. പക്ഷേ നമ്മളൊക്കെ സാഹിത്യം പഠിക്കാനും സാഹിത്യം മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ഒരു അർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യ കൃതി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടായേക്കാം ആ ബുക്ക് വായിക്കുന്ന കാര്യത്തിൽ. കാരണം അതിൻ്റെ എഴുത്തുകാരൻ ഉദ്ദേശിച്ച ആ കറക്റ്റ് അർത്ഥം മനസ്സിലാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ചാൾസ് ഡിക്കൻസിൻ്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ചാൾസ് ഡിക്കൻസ് എന്ന മഹാനായ ഇംഗ്ലീഷുകാരൻ എഴുതിയ ടെയിൽ ഓഫ് ടു സിറ്റീസ്, അതുപോലെ ഒ ഹെൻറി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന വില്യം ഹാരി പോട്ടർ എഴുതിയിരിക്കുന്ന പിന്നെ ദ കോപ്പ് ആൻഡ് ആൻഡം, ഇങ്ങനെയുള്ള ചെറുകഥകൾ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് കഥകളിലൊക്കെ തന്നെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എല്ലാ വാക്കുകൾക്കും ഡിക്ഷണറി നോക്കി അർത്ഥം പഠിച്ചിട്ട് അങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചാൽ ഒരന്തവും കിട്ടൂല. പകരം നമ്മൾ ഒരു സൂചന മനസ്സിലാക്കുക.
ആണ് നല്ലത് സൂചന. അപ്പോൾ സൂചന മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് അർത്ഥം, അതിനർത്ഥം ഈ വാക്കർത്ഥമായ സൂചന മനസ്സിലാക്കുക. നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ അതിൻ്റെ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ അവിടെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാക്കുക, സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാക്കുക അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഞാനൊരു ഇപ്പോൾ സാഹചര്യം നോക്കി മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങളപ്പോൾ ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ കില്ലർ, മേർഡർ, കോൺഗറർ. അതായത് കില്ലർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ കിൽസ്, ഒരാളെ കൊല്ലുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക, കില്ലർ എന്ന് പറയുക, കൊലപാതകി. എന്നാൽ അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് മേർഡർ, MEURDER, മേർഡറർ. ഓക്കെ, കൊലപാതകി. എന്നാൽ ഇതേ കാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ്, ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്യുന്ന ആൾ തന്നെയാണ് കോൺഗറർ. കോൺഗറർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് രണ്ടുമല്ല, വ്യത്യാസമുണ്ട്. പക്ഷെ മൂന്നും ഒന്ന് തന്നെയാണ്, സാഹചര്യം അനുസരിച്ച് വേറെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ കാര്യം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്. ഇഫ് യു കിൽ എ പേഴ്സൺ യു ആർ എ കില്ലർ. അർത്ഥം ഞാൻ പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കുക. ഇഫ് യു കിൽ എ പേഴ്സൺ യു ആർ എ കില്ലർ. ഇഫ് യു murder 3 or 4 persons, if you kill 3 or 4 persons, you are a murderer. If you kill 3 or 4 persons, you are a murderer. If you kill thousands of people, you are a conqueror. If you kill thousands of people, you are a conqueror. അർത്ഥം മനസ്സിലായോ? ഞാൻ പറയാം. If you kill a person, നിങ്ങൾ ഒരാളെ മാത്രം കൊല്ലുകയാണെങ്കിൽ യു ആർ എ കില്ലർ, നിങ്ങളൊരു കൊലപാതകിയാണ്. ഇഫ് യു കിൽ 3 or 4 പേഴ്സൺസ്, നിങ്ങൾ 3-4 ആളുകളെ കൊല്ലുകയാണെങ്കിൽ യു ആർ എ മേർഡർ, അപ്പോഴും നിങ്ങളൊരു കൊലപാതകിയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ രണ്ട് വാക്കാട്ടോ. ഓക്കെ, രണ്ട് സാഹചര്യത്തിൽ 2 വാക്കാണ്. മലയാളത്തിൽ രണ്ടിൻ്റെ അർത്ഥം സെയിം തന്നെയാണ് ഇവിടെ, കൊലപാതകി. ഇനി ഇഫ് യു കിൽ thousands of പേഴ്സൺ, നിങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയാണെങ്കിൽ യു ആർ എ കോൺഗറർ, നിങ്ങൾ ഒരു ചക്രവർത്തിയാണ്. യു ആർ എ കോൺഗറർ, നിങ്ങൾ ചക്രവർത്തിയാണ്. കണ്ടോ, മീനിങ് മാറിപ്പോയത് ആണ്. ഈ സാഹചര്യം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ അർത്ഥങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ വൈഡായിട്ട് വായിക്കുമ്പോഴാണ് സാഹചര്യം പോലും മനസ്സിലാവുക. പത്രങ്ങളിലൂടെയൊക്കെ വേണം ഈ വൈഡായിട്ടുള്ള വായനയിലേക്ക് വരാൻ. അപ്പോൾ ഇൻ ദ ഇവന്റ് ദാറ്റോട് കൂടി നമുക്ക് കൺജങ്ഷൻ്റെ ഭാഗം ഇവിടെ വിടുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കൺജങ്ഷനും പിന്നെ അതിൻ്റെ എക്സസൈസ് വർക്കും നമ്മൾ ചെയ്യും. ഓക്കെ, ആ വർക്ക് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഇവിടെ കൈൻഡ് ഓഫ് സെൻറ്റൻസ് എന്നൊരു ഭാഗം വരുന്നുണ്ടല്ലോ. നമ്മൾ അടുത്ത ചാപ്റ്റർ ടെൻസാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ചാപ്റ്റർ എടുക്കാനുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഈ ഭാഗം ഇതേ നോട്ട്സുകൾ വീണ്ടും വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ നോട്ട്സ് നമുക്ക് വിശദീകരിക്കാം എന്ന കാരണം കൊണ്ടാണ് ഈ കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 7 എല്ലാവരും എടുക്കുക. ചാപ്റ്റർ 7 ഓപ്പൺ ചെയ്തോളൂ എല്ലാവരും, ക്ലാസ്സിൽ ഇപ്പോൾ ലൈവായിട്ടുള്ള എല്ലാവരും. ചാപ്റ്റർ 7 നമുക്ക് ടെൻസാണ്. ടെൻസിൽ നമുക്കറിയാം ഇംഗ്ലീഷിലാകെ 3 ടെൻസേ ഉള്ളൂ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ബാഹുല്യം അനുസരിച്ച് ക്ലാസ്സുകളെ ഡിവിഷനാക്കുന്ന പോലെ ഇംഗ്ലീഷിലും സാഹചര്യങ്ങളുടെ ബാഹുല്യം അനുസരിച്ച് ഈ പ്രസൻറ്റ് ടെൻസിനെ 4 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്റ് ടെൻസിനെയും 4 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഫ്യൂച്ചർ ടെൻസിനെയും 4 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രസൻറ്റ് ടെൻസിനെ നമുക്ക് സിമ്പിൾ എന്ന ഡിവിഷൻ, കണ്ടിന്യൂസ് എന്ന 2nd ഡിവിഷൻ, പെർഫെക്റ്റ് എന്ന 3rd ഡിവിഷൻ ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന 4th ഡിവിഷൻ. ഡിവിഷൻ്റെ പേര് എല്ലാവരും ഇപ്പോൾ ഒന്ന് മനസ്സിരുത്തി കേൾക്കുന്നതും ഒന്ന് പറഞ്ഞ് പഠിക്കുന്ന നന്നായിരിക്കും. ഫസ്റ്റ് ഡിവിഷൻ്റെ പേര് സിമ്പിൾ, 2nd ഡിവിഷൻ്റെ പേര് കണ്ടിന്യൂസ്, 3rd ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ്, 4th ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നിന് മനസ്സിരുത്തിയിട്ട് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഡിവിഷൻ്റെ പേര് എന്താണ്? സിമ്പിൾ. 2nd ഡിവിഷൻ്റെ പേര് കണ്ടിന്യൂസ്, 3rd ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ്,
ഫോർത്ത് ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നുകൂടി പറയാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നിങ്ങൾ ടെൻസിൻ്റെ പേര് ആദ്യവും രണ്ടാമതായിട്ട് ഡിവിഷൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെൻസുകളുടെ എല്ലാ വിഭാഗങ്ങളെയും പഠിക്കാൻ പറ്റും. ഇപ്പോൾ പ്രസൻറ്റിൻ്റെ ആദ്യ വിഭാഗമാണ് പ്രസൻറ്റ് സിമ്പിൾ. പ്രസൻറ്റ് രണ്ടാമത്തെ വിഭാഗമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് മൂന്നാമത്തെ വിഭാഗമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇനി പ്രസൻറ്റ് നാലാമത്തെ വിഭാഗമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കൃത്യമായി ക്ലാസ്സിൽ അത് ഫോളോ ചെയ്യണം, എഴുതി വെക്കണം. കാരണം ഇത് കേവലം ഒരു എക്സാമിന് മാത്രമുള്ള ഭാഗം എഴുതിക്കാണ്ട് തള്ളിക്കളയരുത്. ഇത് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള മാർഗം കൂടിയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന, അതിന് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് എന്നും പറയാറുണ്ട്. പേര് എന്തായാലും കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ പേരെന്നെ സബീന മങ്ങാട്ടിൽ എന്ന് പറയുന്നതും മങ്ങാട്ടിൽ സബീന എന്ന് പറഞ്ഞാലും രണ്ടും ഒരാൾ തന്നെയല്ലേ? ഈ രണ്ട് രീതിയിലും പേര് പറയുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുപോലെ പ്രസൻറ്റ് സിമ്പിൾ എന്നും പറയാം, സിമ്പിൾ പ്രസൻറ്റ് എന്നും പറയാം. നിങ്ങൾ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞോളൂ, കാരണം ഫസ്റ്റ് ടെൻസിൻ്റെ പേരും രണ്ടാം ഡിവിഷൻ്റെ പേരും. നമുക്ക് ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ആദ്യം ഇംഗ്ലീഷിലൊരു വാക്യം ഉണ്ടാക്കണമെങ്കിൽ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് കൊടുക്കും. ഓക്കെ, ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സംഭവം വിഷയങ്ങളല്ല, ഒരു കാര്യം ചെയ്യുന്ന ആളാണ്. മലയാളത്തിൽ കർത്താവ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആ പേരിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കാരണം പേര് കേൾക്കുമ്പോൾ തന്നെ ബോറടി വരും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യുന്ന ആൾ. ഈ കാര്യം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരാൾ മാത്രം ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരും ആവാം. ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ സിംഗുലർ, ഏകവചനം എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബഹുമാന പുരസ്കരം ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ നമ്മൾ പ്ലൂരൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതും പ്ലൂരലാണ്. മാത്രമല്ല ബഹുമാനത്തോട് കൂടിയിട്ട് പറയുന്ന വാക്കാണെങ്കിലും ആ വാക്ക് സിംഗുലർ അല്ല, പ്ലൂരലാണ്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. നോക്കൂ, നിങ്ങൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തേണ്ട വാക്ക് ഐ പ്ലേ എന്നാണ്. ഐ പ്ലേ. എന്നാൽ രണ്ടാമത്തത് വി പ്ലേ. ഐ പ്ലേ, വി പ്ലേ ക്രിക്കറ്റ്. നിങ്ങൾ മൂന്ന് നോക്കൂ, ഹീ പ്ലേസ് ആണ്. അവിടെ ആ പ്ലേൻ്റെ കൂടെ ഒരു എസ് കാണാൻ കഴിയും, ഒരു എസ്. ഓക്കെ, അതുപോലെ തന്നെ ദ ഗറില്ല, ഏതോ ഒരു ആൾക്കാരുടെ കാര്യം പറയാണ്. ദ ഗറില്ല പ്ലേസ്. പ്ലേസ് കണ്ടോ? അപ്പോൾ അവിടെ ഹീ എന്ന വാക്ക് സിംഗുലർ ആയതുകൊണ്ടാണ് പ്ലേ എന്ന ആ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ഉപയോഗിച്ചത്. എന്നാൽ ശരിക്കും ഉപയോഗിക്കുന്ന എസ് അല്ല. അവിടെ ഒരു തടിമാടനായ ആൾ ഒളിഞ്ഞിരിക്കുകയാണ്. അയാൾ തടി കൊണ്ട് അയാളുടെ ബോഡിയുടെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് കാണണമെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒളിഞ്ഞിരിക്കുന്ന ആൾ മറ്റാരുമല്ല, അത് DOES ആണ്. DOES. ഡോയ്സ് എന്ന് വായിക്കരുത്, ഡസ് എന്നേ വായിക്കാം. DOES. ഇതാണ് DOES. കണ്ടോ? ആ DOES എന്ന ഡസ് പ്ലേൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് ഫുള്ളും അങ്ങോട്ട് ഒളിഞ്ഞു പോകണില്ല, ഒരു ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ട്. ആ കാണേണ്ട ഭാഗമാണ് എസ്. അപ്പോൾ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുന്ന അവസരത്തിൽ വെർബിൻ്റെ കൂടെ ഒക്കെ തന്നെ നമുക്ക് ഡസ് ഒളിപ്പിക്കേണ്ടി വരും. ഡസ് ഒളിപ്പിക്കുമ്പോൾ DOE മാത്രമേ ഒളിഞ്ഞു നിൽക്കുള്ളൂ, എസ് പുറത്തേക്ക് കാണും. ആണ് ഹീ പ്ലേസ്, ദ ഗറില്ല പ്ലേസ്. കണ്ടോ? സിംഗുലർ ആയപ്പോൾ ഒക്കെ പ്ലേൻ്റെ കൂടെ നമ്മൾ എസ് എന്ന അക്ഷരം കാണുന്നുണ്ട്. ഡസ്സാണ് കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്നാൽ ഐ പ്ലേ, വി പ്ലേ, ഇത് കൺഫ്യൂഷനായി. സാറേ വി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, സാറ് പറഞ്ഞ പ്ലൂരൽ ശരിയാണ്. എന്നാൽ ഐ എന്ന് പറഞ്ഞാൽ സാറേ ഒരാളല്ലേ ഉള്ളൂ. ഐ കഴിഞ്ഞാൽ അവിടെ ഡസ് ഉപയോഗിക്കേണ്ട സാറേ, കാരണം ഐ സിംഗുലർ ആയിട്ടല്ലേ നമ്മൾ മലയാളത്തിൽ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ പ്ലേൻ്റെ ഉള്ളിൽ ഡസ്സിനെ ഒളിപ്പിക്കണ്ടേ? അപ്പോൾ ഐ പ്ലേസ് എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. എന്താ ഐ പ്ലേ എന്ന് കൊടുത്തേക്കേണ്ടത്? ഓക്കെ, അതൊരു വലിയ സംശയമാണ്. ഓക്കെ, അതിന് മുമ്പ് ആ സംശയത്തിൻ്റെ ആൻസർ പറഞ്ഞ മുമ്പ് ഒരു കാര്യം,
നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? പോസിറ്റീവായിട്ട് ഐ എക്സ്പെക്ട് പോസിറ്റീവ് ആൻസർ ഫ്രം യു. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, പറഞ്ഞില്ല, മൈക്കോണാക്കി പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഒരാൾ പറഞ്ഞു കുട്ടികളെയാണ്, ഞാൻ അടുത്ത് വരട്ടെ, ഒരാൾ പറഞ്ഞു ഫാമിലിയാണെന്ന്, വേറൊരാൾ പറഞ്ഞു മോം, വേറൊരാൾ പറഞ്ഞു ഫഹിനൊക്കെ ബുദ്ധിയുണ്ട്. നമ്മൾ മക്കളെ ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉമ്മാനെ ഇഷ്ടപ്പെടുന്നു, ഉപ്പാനെ ഇഷ്ടപ്പെടുന്നു, ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്നു, വൈഫിനെ ഇഷ്ടപ്പെടുന്നു, അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒരു പടി മുമ്പിൽ ഹൂം ഡു യു ലൈക്ക്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു? അതിൻ്റെ ആൻസറാണ് നിങ്ങളെ തന്നെ, യുവർ സെൽഫ്. ഫഹിനെ, ഞാൻ ആ പേര് മറന്നുപോയി, ആൻസർ ഫഹീനാണോ ഫഹീമാണോ പേര് നോക്കിയില്ല, ആൻസർ ഇവിടെ കണ്ടു. അത് സത്യതാണ്, സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലേ? വേണമെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് വേണമെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഉപ്പ എന്ന് പറഞ്ഞാൽ ഇതുമാണ് എന്നൊക്കെ പറഞ്ഞാൽ പറയാം. പക്ഷേ യാഥാർത്ഥ്യം, കറക്റ്റ് യാഥാർത്ഥ്യം, we like ourselves. I like myself the most, rather than anything or anyone whom live with me in my life. Maybe my children, maybe my better half, or maybe anyone. Okay, സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ ചില കൈപ്പാർന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് ഇത് നമ്മൾ തെളിയിച്ചതല്ല. അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിലെ ഈ ടെലിഫോൺ ഓപ്പറേഷൻ കിട്ടിയ ഒരു സംഭവമാണത്. അവിടെ നടന്ന ഗവേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്. ഇനി ശരിക്കും ഇതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. നമ്മളൊക്കെ രാവിലെ ക്ലാസ്സിന് പോകുമ്പോഴും അല്ല, ഇനി ഫംഗ്ഷന് പോകുമ്പോഴും ഒരു അരമുക്കാൽ മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ചിലവഴിക്കൂലേ? ഇതൊക്കെ ഈ ഒരു ഇതിൻ്റെ ബാക്കിയാണ്. ഈ സ്വഭാവത്തിന് പറഞ്ഞ പേരാണ് ഈഗോയിസം. അത് മലയാളത്തിൽ നെഗറ്റീവായിട്ടുള്ള പദമായിട്ടാണ് പലപ്പോഴും കരുതപ്പെട്ട് കാണുന്നത്. അതായത് ഞാനെന്ന ഭാവം. എന്നാൽ ഒരു പരിധിവരെ ഏതൊരാളും ഈഗോയിസ്റ്റ് ആവണം. ഏതൊരാൾക്കും സ്വന്തമായിട്ടുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിൻ്റെ മേൽ കടന്നു കയറാൻ മറ്റാരെയും അനുവദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വി ലൈക്ക് അവർ സെൽവ്സ് ദ മോസ്റ്റ്. ഐ ലൈക്ക് മൈ സെൽഫ് ദ മോസ്റ്റ് ആൻഡ് യു ലൈക്ക് യുവർ സെൽഫ്സ് ദ മോസ്റ്റ്. ഓക്കെ, സഫീല ലൈക്സ് ഹെർ സെൽഫ് ദ മോസ്റ്റ്, ഫാത്തിമ ലൈക്സ് ഹെർ സെൽഫ് ദ മോസ്റ്റ്. പറഞ്ഞ് മനസ്സിലായില്ലേ കേട്ടോ? അതുകൊണ്ട് ഐ എന്ന വാക്ക് നമ്മുടെ മലയാളത്തിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളെ കൂട്ടുകാരികൾ പറയാറുണ്ട്, എടി സുബിന നിന്റെ കളി നമ്മളോട് വേണ്ടട്ടാ, ഫാത്തിമ നിന്റെ കളി നമ്മളോട് വേണ്ടട്ടോ. അപ്പോൾ ഉടനെ ഫാത്തിമാനോട് ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഫാത്തിമ അങ്ങോട്ട് പറയും, നമ്മൾ വേണ്ട, നീ ഒരാളല്ലേ ഉള്ളൂ, നീ നിന്നെ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും. കണ്ടോ, അത്തരം കാര്യങ്ങളിൽ നമ്മളെക്കുറിച്ച് തന്നെ പ്ലൂറലായിട്ടുള്ള പദമാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഐ പ്ലൂറലാവേണ്ടത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ബഹുമാനം കൽപ്പിക്കുന്ന പദമാണത്രേ. സായിപ്പിന് ബുദ്ധിയുണ്ട്, സായിപ്പിന് നല്ല ബുദ്ധിയുണ്ട്, ചിലപ്പോഴൊക്കെ ബുദ്ധി കൂടിപ്പോയ കേടേ ഉള്ളൂ. ഓക്കെ, ആ ബുദ്ധി കൊണ്ടാണ് സായിപ്പ് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പോൾ കാര്യം പിടികിട്ടിയാലോ അല്ലേ? അപ്പോൾ ഇനി ഐ സാറേ ഒറ്റൊന്നല്ലേ ഉള്ളൂ, ഐ ഇങ്ങനെ പ്ലൂറലാവുക എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഐ എന്ന വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഇഷ്ടം കൊണ്ട് ബഹുമാനിക്കുന്ന പദമാണ് അല്ലേ? നിങ്ങളെ ടെൻത്ത് ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. 10th ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ പഠിച്ച ആ സ്കൂളിൽ അല്ലേ, നിങ്ങളെ പേര് വെച്ച് കാണ്ട് സുബിന 10th E വിട, അല്ലെങ്കിൽ രശ്മി 10th F വിട അല്ലേ, കാവ്യ അല്ലെങ്കിൽ സഫീല 10th A വിട എന്നൊക്കെ പറഞ്ഞ് ഏച്ചിട്ടുണ്ടാവും.
മിക്കവാറും നമുക്ക് ബ്ലേഡൊക്കെ ഈ സെൻഡ് ഓഫിൻ്റെ അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ ബ്ലേഡ് കൊണ്ടുപോയിട്ട് ഡെസ്കിലിട്ട് കണ്ട് ചുരണ്ടിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ് പരിപാടി. അല്ലേ? സത്യല്ലേ പറഞ്ഞത്? അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്ലൂറലിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ, അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇപ്പോൾ ട്രെൻഡ് ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞില്ല, പകരം വേറെ എന്തൊക്കെയാണ് എഴുതാറുള്ളത്. എന്തൊക്കെ എഴുതുന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. കാലം മാറുമ്പോൾ ഈ കോലവും മാറിന്ന് വരും, പക്ഷേ വികാരം മാറിപ്പോണം എന്നില്ല, ആണ് വലിയ സത്യം അല്ലേ? ഇപ്പം ഞാനെന്ന വികാരം, ആ വികാരം അവിടെ മാറുന്നില്ല, പക്ഷെ അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ പ്രകടിപ്പിക്കലോ പ്രസൻറ്റേഷനോ ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോഴൊന്നും ബ്ലേഡ് കൊണ്ടുപോയിക്കാണ്ട് ചുരണ്ടുന്ന കുട്ടികളെ കാണാൻ പറ്റില്ല, പകരം പെയിൻറ്റ് കൊണ്ടുപോയിട്ട് ചുമരിൽ എഴുതി വെക്കുന്ന പിള്ളേരെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അതല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഇനി ഫേസ്ബുക്കിൽ ഈ റീൽസ് എന്ന് പറയുന്ന സംഭവം തന്നെ മാത്രമല്ല, നമ്മുടെ യൂട്യൂബിലും ഉണ്ട് റീൽസ്, ഷോർട്ട് വീഡിയോ ഒക്കെ ഈഗോയിസത്തിൽ നിന്നുണ്ടായ ഒരു തരം വൈകാരികതയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഐ പ്ലേ, ഇനി ജന്മത്തിലൊരിക്കലും ഐ പ്ലേസ് എന്ന് പറയരുത്. ഡെസ്സിനെ കൊണ്ടുപോയിക്കാണ്ട് അതിൻ്റെ കൂടെ പ്ലേൻ്റെ കൂടെ ഒളിപ്പിച്ച് വെക്കരുത്. മൂപ്പർ അവിടെ ഇരിക്കൂല, ചാടിപ്പോരും. അപ്പോൾ ഐ പ്ലേ, അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളുണ്ട്. അവിടെ ഡെസ് ഒളിഞ്ഞിരിക്കുന്നില്ലെങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് ആര്? ഡി ഒ, ഡോ അല്ല ഡു ആണ് കേട്ടോ. ഇനി ഡോ ഡോ എന്ന് പറയണ്ട, ഡി ഓ ഇവിടെ ഡു എന്നാണ് ഉച്ചരിക്കുക. ഡു ഡു അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഐ ഡു പ്ലേ എന്ന് പറയരുത്. ഐ ഡു പ്ലേ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ഐ ഡു പ്ലേ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ് ഐ ഡു പ്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഐ ഡു സ്വയർ. ഈ സ്വയർ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യം ചെയ്യുക എന്നുള്ളതാണ്, അഥവാ പ്രതിജ്ഞ എടുക്കുക. ഐ ഡു സ്വയർ ദാറ്റ്, ഞാൻ പ്രതിജ്ഞ എടുക്കുക തന്നെ ചെയ്യുന്നു. ആ ചെയ്യുന്നതിന് കുറച്ചും കൂടി എംഫസൈസ്, ഊന്നൽ കൂട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഡു ഉപയോഗിക്കുക. ഐ ഡു കൺഫസ്, ഞാൻ പശ്ചാത്തപിക്കുക തന്നെ ചെയ്യുന്നു. ഐ ഡു കൺഫസ്. ഐ കൺഫസ് എന്ന് പറയുമ്പോൾ തന്നെ ഐ കൺഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഐ ഡു കൺഫസ് എന്ന് പറയുമ്പോൾ ഞാൻ പശ്ചാത്തപിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ സൂചനകളുണ്ട്. വായനയിൽ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കണം, കാരണം വായിക്കുമ്പോൾ കേട്ടോ. യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. കണ്ടോ, ഹീ പ്ലേസ് ക്രിക്കറ്റ്, ദ ഗറില്ല പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ നമുക്ക് സിംഗുലറും മനസ്സിലായി, പ്ലൂറലും മനസ്സിലായി. ഇനി നമുക്ക് ടെൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പ്രയോഗങ്ങൾ പഠിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് വേണ്ട കേട്ടോ. ഞാനിനി എക്സാം അടുത്തുകൊണ്ട് തന്നെ സ്വല്പം ക്ലാസ്സുകൾ സ്പെഷ്യലൊക്കെ ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. പിന്നെ വെക്കേഷനും മറ്റൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കുറച്ച് പോയിട്ടുമുണ്ട്. പിന്നെ ID കാർഡിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഒക്കെ തന്നെ കുറേ പിന്നെ ഹാങ് ഓവറുകൾ എനിക്കുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് സ്പീഡിൽ പോകാനും കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഒഴിവാക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരാഴ്ചയിൽ ഞാൻ കൂടുതലും സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പരമാവധി സമയം ഈ സമയത്ത് തന്നെ ആയിരിക്കും വെക്കുക. കുട്ടികൾ സ്കൂൾ വിട്ട്, നിങ്ങളെ മക്കളൊക്കെ സ്കൂൾ വിടുന്നതിന് മുമ്പ്, അതൊരു 3:30 മണിക്ക് ക്ലാസ് വെക്കുകയാണെങ്കിൽ 4:30 മണിക്കല്ലേ മക്കൾ സ്കൂൾ വിട്ടുകാണ്ട് വണ്ടിയിലൊക്കെ വരുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി നിൽക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഇനി 3 to 4 വരെ ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേഴ്സണലി അറിയിച്ചാൽ മതി കേട്ടോ. 3:30 to 4 വരെ ഉദ്ദേശിക്കേണ്ടത്. രാത്രി ആയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചിലപ്പോൾ നെറ്റ്വർക്കിംഗ് ഇഷ്യൂ വരും. പിന്നെ രാത്രി മിസ്സുമാർക്കും പോർഷൻസ് കവർ ചെയ്യാണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് വേണ്ടത് തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ ഒരേപോലെ തന്നെ വേണം നമ്മൾ കരുതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഇത് ക്ലാസ് റെക്കോർഡാണ്. നമ്മൾ നാളെ ആകുമ്പോഴേക്കും ഈ ക്ലാസ്സിൻ്റെ എന്താണ് ഇവിടെ എന്തോ ഒന്ന് എഴുതി, ഞാനിവിടെ എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഒരാൾ ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു. ഓക്കെ, ടൈപ്പ് ചെയ്ത് അയച്ച കാര്യം ഒന്ന് വാട്സാപ്പിൽ ഒന്ന് പേഴ്സണലായിട്ട് അയക്കൂട്ടോ. കാരണം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. എന്ന നിർദ്ദേശമാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഈ കാര്യം ഉൾക്കൊള്ളുക.
എക്സാം എടുത്തു, പഴയ ക്ലാസ്സുകളൊക്കെ കണ്ട് ടെക്സ്റ്റ് ബുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരമാവധി പോർഷൻസ് കവർ ചെയ്ത് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരീക്ഷയിൽ ഫുൾ മാർക്ക്, നമുക്കിനി ഈ ഫെയില് പാസ് എന്ന സംഭവമേ ഇല്ല. ഫുൾ മാർക്ക് വാങ്ങാതിരിക്കാം, ആ ഒരു ഇത് മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ. ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്. എല്ലാവരും അതിനു വേണ്ടി റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷ് യു ഓൾ ദി ബെസ്റ്റും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നാളെ നമുക്ക് ഇതേ സമയം ഞാൻ ഒരു ലിങ്ക് നോട്ടിഫിക്കേഷൻ ഇന്ന് ഈവനിങ് അയക്കും. നാളെയും ഒരു 3:30 to 4:30 വരെ. ഞാൻ 3 to 4 ആക്കണമെങ്കിൽ ഞാൻ റെഡിയാണ്. അങ്ങനെ ആക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾ പേഴ്സണലായിട്ടൊന്ന് വാട്സപ്പിലൊന്ന് നിർദ്ദേശം അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ക്ലാസ്സിൽ പാർട്ടിസിപ്പേഷൻ പറ്റ കുറവാണ്, ബട്ട് എന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. ഗുഡ് ബൈ. വെൽക്കം.